നമ്മുടെ ശരീരത്തിന് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്? നമ്മുടെ ചിന്തകളും ഇമോഷൻസുമാണ് അവിടെ കണക്റ്റ് ആകുന്നത്. നമ്മുടെ ചിന്തകൾക്ക് ഒരു എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷന് മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഷ്രിങ്ക് ആകുന്നുണ്ട്. എപ്പോഴാണ്? നമ്മൾ പാസ്റ്റിലില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാതെ ചിന്തകൾ ഉണ്ടാവില്ല, ആ ചിന്തകൾ തന്നെ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ലോ എനർജിയിൽ ഇമോഷൻസുമായിട്ടാണ് നമ്മൾ കണക്റ്റ് ആകുന്നത് അല്ലേ? സങ്കടം വരുന്നുണ്ടാവും, ദേഷ്യം വരുന്നുണ്ടാവും, വെറുപ്പ് തോന്നുന്നുണ്ടാവും, കുറ്റബോധം തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ചിന്തകളും അതിനനുസരിച്ചിട്ടുള്ള എലിവേറ്റഡ് ഇമോഷൻസുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ എലിവേറ്റഡ് ഇമോഷൻസ് എന്ന് പറയുമ്പം ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, ലവ്, ഇൻസ്പിറേഷൻ, വണ്ടർ, ഈ ഇമോഷൻസുമായിട്ട് കണക്റ്റ് ആവുക. അപ്പം നമുക്ക് വേണ്ടുന്ന ലൈഫിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവാണ്. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഫ്രീക്വൻസിയാണ് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസിയിൽ ഇൻഫർമേഷനാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. ഹൈ എനർജിയിലെ ഇമോഷനൂടെ നമ്മൾ ഇൻഫർമേഷനെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ കണക്റ്റ് ആവുകയാണ്. അപ്പം നമുക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്. റേഡിയോ നമ്മൾ കറക്റ്റായി ട്യൂൺ ചെയ്യുന്നില്ല. അപ്പോൾ റേഡിയോ വേവ്സിലേക്ക് കൂടി നമുക്ക് ഇൻഫർമേഷനാണ് അവിടെ കിട്ടുന്നത് അല്ലേ? അതുപോലെ നമുക്ക് എന്താണോ വേണ്ടുന്നത് അതിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടി പറ്റുവാണ്. ഇവിടെ നമ്മൾ അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിനെ കുറിച്ചും അറിയാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.